ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ വിഷു വിശേഷങ്ങളായിരിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ വരുന്നതെന്ന്. അപ്പോൾ അതേ രാത്രിയാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നൈറ്റ് നമ്മൾ കണിയൊക്കെ ഒരുക്കി വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 2 ദിവസം മുന്നേ തന്നെ തട്ടവും എല്ലാ വിളക്കും പൂജാപാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഞാൻ ഓൾറെഡി വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയതാണ് തട്ടവും വിളക്കും ഒക്കെ വെക്കുന്ന ഒരു ഇത്. അപ്പോൾ നമുക്ക് ഇത്തവണ എന്തായാലും പൂജാ റൂമിലേ വെക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സോഫ ഇട്ടേക്കുന്നതിൻ്റെ അവിടെ എന്തായാലും പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ തറയിൽ വെക്കേണ്ടി വരും. അപ്പോൾ തറയിൽ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഞാനോടത്ത് എന്തായാലും സിമ്പിളായിട്ട് ഒരുപാട് വലിയ ആഡംബരമൊന്നും ഇല്ലാതെ നമ്മുടെ പൂജാ റൂമിൽ തന്നെ കണിയൊരുക്കാമെന്ന്. അപ്പോൾ ആദ്യമേ തന്നെ ഒന്ന് പടുക്ക പോലെ വെക്കുവാണ്. ഗണപതിക്കാണ് വെച്ചത്. വെറ്റിലയും പാക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന പാക്ക് ഇതേ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ കിട്ടുന്നത്. നാട്ടിലത്തെ പാക്ക് ഇവിടെ കിട്ടാറില്ല ചെന്നൈയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ തട്ടത്തിൽ അരി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കണിവെള്ളരിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ കണിവെള്ളരി എന്ന് പറയുന്നത് ഭഗവാന്റെ മുഖമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ചക്കയും മാമ്പഴവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ള എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്. പൈനാപ്പിളും മുന്തിരിയും ഞാൻ പറഞ്ഞില്ലേ വള്ളിയോട് കൂടി നമുക്ക് പച്ചമാങ്ങ കിട്ടിയെന്ന്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ആ ഒരു തട്ടവും വിളക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ കണിക്കൊന്ന ഉണ്ടല്ലോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒന്ന് ക്ഷീണിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞാനിതെടുത്ത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. പുറത്ത് വെച്ചിരുന്നാൽ എല്ലാം വാടി കൊഴിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു തുണിസഞ്ചിക്കകത്ത് ഇട്ടിട്ട് അത് കൊണ്ടുവന്നതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയെങ്കിലും നല്ലതായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കണിക്കൊന്ന വെക്കാനുള്ളൊരു സ്പേസാണ് എനിക്ക് തികയാതെ വന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ വെച്ചിട്ടും ശരിയാവുന്നുമില്ല. പിന്നെ ഞാൻ എന്തായാലും ആ ഫ്രൂട്ട്സിൻ്റെ ഒരു സൈഡിലോട്ട് എടുത്ത് എല്ലാം കൂടി വെക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത്തവണ ഒരുപാട് കണിക്കൊന്ന കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നിയൊരു വിഷുവാണ് ഇത്തവണത്തേത്. പിന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരി തന്നിട്ടുള്ള ആ പറയിൽ ഞാൻ കുറച്ച് അരിയാണ് ഇട്ടത്. എൻ്റെ അടുത്ത് നെല്ലില്ലാത്തത് കൊണ്ട്. പിന്നെ വാൽക്കണ്ണാടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ പൂജാ റൂമിൽ ഇതുപോലെ കണിക്കൊന്ന ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് കണിക്കൊന്ന ഉള്ളത് കൊണ്ട് കുറേയൊക്കെ നമ്മുടെ പൂജാ റൂമിൽ ഇങ്ങനെ വെച്ചു. പിന്നെ ബാലൻസ് ഉള്ളത് നമ്മുടെ 2 ഗ്രില്ലിലും തൂക്കിയിടാമെന്ന് കരുതി. പിന്നെ ഒരെണ്ണം ഒരു സെറ്റ് ഞാൻ ജനലിലും കൂടി തൂക്കിയിടാമെന്ന് കരുതി. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നതാണ് നമ്മുടെ തമിഴ് പുതുവർഷത്തിന് മുതിർന്നവരിൽ നിന്ന് കുട്ടികൾ അനുഗ്രഹം മേടിക്കണം. അപ്പോൾ അത് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ രീതികളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത വീട്ടിൽ ആൻറ്റി പറഞ്ഞു തരുന്ന രീതിക്കാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആമി ആ സമയത്ത് രാവിലെ ഉറക്കം എഴുന്നേറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുഗ്രഹം മേടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിഷുവിൻ്റെ അന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൈനീട്ടം കൊടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് അപ്പോൾ പുത്താണ്ടിൻ്റെ അന്ന് അനുഗ്രഹം മേടിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്നല്ല അത് ചെയ്തത്, പിറ്റേ ദിവസമാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗിൽ ഉൾപ്പെടുത്താത്തത്. അതൊന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഹസ്ബൻഡിനെ കൊണ്ടാണ് ഞാൻ നമ്മുടെ ഗ്രില്ലിൻ്റെ അവിടെയൊക്കെ തോരണവും കണിക്കൊന്നയൊക്കെ വെച്ചത് കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തല കുളിച്ചതിന് ശേഷമാണ് പിന്നീടാണ് കണി ഒരുക്കിയത് കേട്ടോ. കാരണം നമ്മൾ കുളിച്ച് ശുദ്ധിയോട് കൂടി വേണം കണി ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് നമ്മൾ കണി കാണണം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി പോയി. 5:30 എണീക്കണം അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കിടന്നത്. പക്ഷെ ഇപ്പോഴത്തെ ചൂടും ഇപ്പോഴത്തെ ക്ഷീണവും ഒക്കെ കൊണ്ട് നൈറ്റ് കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. അതുമല്ല ആമിക്ക് എക്സാമും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാനാണെങ്കിൽ തലേ ദിവസം കണി ഒരുക്കുമ്പോൾ തന്നെ ഇതുപോലെ വിളക്കെല്ലാം ഒരുക്കി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ കിടക്കുള്ളൂ. കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് കണി കാണുവാണ് വേണ്ടത്. എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടാണ് തിരിയും എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷം തലേന്ന് തന്നെ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചേക്കും. ഇനി രാവിലെ എഴുന്നേറ്റിട്ട് നമുക്കൊന്ന് വിളക്ക് കൊളുത്തിയിട്ട് കണി കാണുവാണ് വേണ്ടത്. പിന്നെ ഈ വിഷുവിന് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു കൈനീട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത് എനിക്ക് വന്നിട്ടുള്ളൊരു കമൻറ്റാണ് കേട്ടോ. അപർണ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി റീസെൻ്റ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയതാണ്. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇരുന്ന് കണ്ട് ആദ്യം മുതലേ കണ്ടിട്ട് കമൻറ്റ് ഇടുന്ന ഒരാളാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് ഇട്ടിരുന്നൊരു കമൻറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് കമൻറ്റ്: എൻ്റെ ജീവിതം ചേച്ചിയുടെ വ്ളോഗ് കാണുന്നതിന് മുൻപും ശേഷം
ശേഷവും അങ്ങനെ രണ്ടായി തിരിക്കാൻ പറ്റും. ചേച്ചി പറയുന്ന ഓരോ നല്ല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പൻ കൊണ്ടുവന്നതാണ് ചേച്ചിയെ എനിക്ക് വേണ്ടി. ചേച്ചിക്കും കുടുംബത്തിനും എന്നും നല്ലതേ വരൂ. എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ചേച്ചി ഉണ്ടാകും എന്നിട്ടൊരു കമൻ്റാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇത് വായിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും തോന്നി. കാരണം ഞാൻ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്തൊരു ആളാണ്. അപ്പോൾ എന്നെ കാണുന്നുണ്ടെങ്കിലും എനിക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടും സ്നേഹവുമാണ് വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നുന്നത് കേട്ടോ. അത് അങ്ങനെ ആ കുട്ടിക്ക് പറയാൻ ഒരു മനസ്സ് ദൈവം കൊടുത്തല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ആരും അത് പറയാതെ എന്തെങ്കിലും ചെറിയ കുറ്റം ഉണ്ടെങ്കിൽ അതും പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് ഇട്ടൊരു കമൻ്റ് ഇടുകയും ഇത്രയും ഇമോഷണലായിട്ടൊരു കമൻറ്റ് ഇടുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടവും സന്തോഷവും തോന്നി. ഒരുപാട് നന്ദി. ശരിക്കും നന്ദി പറയേണ്ടത് ഞാനല്ലേ. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനായിട്ട് ആ കുട്ടിക്ക് തോന്നിയല്ലോ. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ 6 മണിയായി. അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ വിഷുക്കണി ദിവസം ആയിട്ടുണ്ട്. വെനസ്ഡേ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഞാൻ കുളിച്ചിട്ടില്ല, നേരെ വന്ന് വിളക്ക് കൊളുത്തുവാണ് ചെയ്തത്. കാരണം തലേ ദിവസം നമ്മൾ കുളിച്ചിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥ ആദ്യമേ തന്നെ എഴുന്നേറ്റ് വന്ന് വിളക്ക് കൊളുത്തിയിട്ട് മറ്റുള്ള കുടുംബാംഗങ്ങളെ കൂടി കണി കാണിക്കണം എന്നാണ് പറയപ്പെടുന്നത്. പിന്നീടാണ് നമ്മൾ കുളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിളക്ക് കൊളുത്താനായിട്ട് വരുള്ളായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വിളക്ക് വെച്ചു, മണിയൊക്കെ അടിച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സമയത്തൊന്നും ഹസ്ബൻഡ് മോളും ഒന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല. അപ്പം ഞാൻ ഭഗവാനെ നല്ലപോലെ കണി കണ്ട് തൊഴുത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കും തന്നെ ഹാപ്പി വിഷു പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ ഒരു വീഡിയോയിലും. അപ്പോൾ അതെനിക്ക് എന്തോ ഒരു ഇതായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് പറഞ്ഞു പോയോണ്ട് ആർക്കും ഞാൻ വിഷു ആശംസകൾ പറഞ്ഞില്ല. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ വക ബിലേറ്റഡ് വിഷു ആശംസകൾ നേരുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഒരു വീഡിയോയിലും പറയാത്തതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ 6:30 ആയപ്പോഴത്തേക്കും ഹസ്ബൻഡിനെ മോളെയൊക്കെ വിളിച്ച് ഉണർത്തിയിട്ട് അവരെയൊക്കെ കണി കാണിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പതുപോലെ തന്നെ പുറത്തൊക്കെ വന്ന് നോക്കി നിൽക്കുവാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ധന്യ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മോളുടെ റിസൾട്ട് വന്നു, 89.4% മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ചേച്ചിയുടെ മകൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ ഈ ചേച്ചിയുടെ കാര്യം പറയാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് ഓർമ്മിച്ച് വന്ന് നമുക്ക് കമൻ്റ് ഇട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രാർത്ഥനകളും കൂടെയുണ്ട്. ഇനി മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. 10th +2 എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. 10th ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ട്. പിന്നെ 10th പാസ്സായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വിശ്വാസം അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് ലച്ചു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മോളുടെ പേര് വൈക എന്നാണ്. മോളുടെ ബർത്ത്ഡേ വിഷുവിൻ്റെ അന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഇടാൻ സാധിച്ചത് കഴിഞ്ഞ ഫ്രൈഡേ ആണല്ലോ. പിന്നീട് നമുക്ക് വീഡിയോ വരുന്നതും ഇന്നാണ്, മൺഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൊന്നും വീഡിയോസ് ഇല്ലാത്തത് കൊണ്ടും അപ്പോൾ വീഡിയോസ് ഇടാത്തത് കൊണ്ടും പിന്നെ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടും ഇന്ന് ഈ വീഡിയോയിൽ ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ 6ാം പിറന്നാൾ ആഘോഷിച്ച വൈക മോൾക്ക് വേണ്ടിയിട്ട് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആരോഗ്യ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലച്ചുവിൻ്റെ മകൾ വൈകയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വിശ്വാസം അറിയിച്ചേക്ക് കേട്ടോ, മറക്കരുത്. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ദേവിക കുട്ടി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഇടയായിട്ട് മൈൻഡ് ഓഫായി പോവാണ്, അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ റിലാക്സ് ആവാറുണ്ടെന്നും അതുപോലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും മൈൻഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള ടിപ്സ് പറഞ്ഞു തരുമോ? നേരത്തെ ഇട്ട വീഡിയോയിലുണ്ട്, പക്ഷേ ഒരു വട്ടം കൂടി കേൾക്കാൻ തോന്നുന്നു. ചിലപ്പോൾ മൈൻഡ് റിലാക്സ്ഡ് ആവും പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് കമൻ്റ് അയക്കുന്ന എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയാണ്. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. എനിക്ക് ഈ ചാനലിലുള്ള പല ആൾക്കാരെയും നേരിട്ട് പരിചയമില്ല. വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെ മാത്രമാണ് എനിക്ക് അറിയാവുള്ളൂ. ദേവിക കുട്ടി നമുക്ക് എപ്പോഴും കമൻ്റ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ദേവിക മോൾക്ക് എന്തോ മാനസികമായിട്ട്
ഭയങ്കരമായിട്ട് വിഷമം ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ഞാനാണെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കും പല സമയത്തും പല രീതിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാനോ പറ്റത്തില്ല. സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ലല്ലേ. ഇപ്പോൾ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നമ്മൾ എത്ര പോസിറ്റീവും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചാലും നമുക്ക് ചുറ്റും നടക്കുന്ന ചെറിയ ചില സംഭവങ്ങളായിരിക്കുള്ളൂ നമ്മുടെ മനസ്സിനകത്ത് കയറി കൂടുന്നത്. അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ന്യൂസ് കേൾക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴായിരിക്കാം. അപ്പോൾ വളരെ സോഫ്റ്റ് ഹാർട്ടായിട്ടുള്ള എന്നെപ്പോലെയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ കാര്യം മതി അന്നത്തെ ദിവസം മൊത്തം പോയി കിട്ടാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തോളം അങ്ങനെ ഇരിക്കുമല്ലേ. ഞാനൊക്കെ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ, അങ്ങനെയുള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് സങ്കടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കരയാൻ തോന്നുവാണെങ്കിൽ കരയുക, ചിരിക്കാൻ തോന്നുവാണെങ്കിൽ ചിരിക്കുക. ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. അല്ലാതെ അതിങ്ങനെ അടക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ നിങ്ങളിങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിയുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മനസ്സിന് എപ്പോഴും സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. കാരണം ചെറിയ ചില കാര്യങ്ങളിൽ പോലും നമുക്ക് പെട്ടെന്ന് വിഷമമുള്ളവരാവും അല്ലേ പലരും. ഞാനൊക്കെ അങ്ങനെയാണ്. ചിലരാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല, ആരെന്ത് പറഞ്ഞാലും ഒരു കുലുക്കവും കാണത്തില്ല, പെട്ടെന്ന് എന്നെ അത് മറന്ന് സാഹചര്യത്തിനോടൊപ്പം ഇഴുകി ചേർന്ന് പോകുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈൻഡ് ഓഫാണ് അല്ലെങ്കിൽ മൂഡ് ഓഫ് ആണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മൈൻഡിനെ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല പാട്ടുകൾ കേൾക്കുക, ഇല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോവുക. നിങ്ങൾക്കിപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് യാത്ര പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെയൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള കുറച്ച് പറമ്പും സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ നാട്ടിലൊക്കെ ആകുമ്പോൾ, അവിടെയൊക്കെ പോയി ഒന്ന് ചുമ്മാ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല, നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഒരിക്കലും ആശങ്കപ്പെടരുത്. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയും ചെയ്യരുത്. പക്ഷെ നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ അത് വന്നു പോവല്ലേ. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞാലും. പക്ഷെ എന്നാലും എപ്പോഴും ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ 2 കുട്ടികളുടെ അമ്മയാണ് ദേവിക. തീരെ കുഞ്ഞു മക്കളാണ്. അപ്പോൾ അതിൻ്റെതായ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. എനിക്ക് ഈ പീരീഡ് സമയം ആകുമ്പോഴത്തേക്കും ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ വരും. ആ സമയത്തൊക്കെ ആര് കൺട്രോൾ ചെയ്യാൻ വന്നാലും അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്താലും പറ്റാത്തൊരവസ്ഥയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രം ചിന്തിക്കൂ. ഇന്നത്തെ വിഷമങ്ങൾ നാളത്തെ സന്തോഷങ്ങളായി മാറട്ടെ. എപ്പോഴും നമ്മൾ ആ ഒരു മൊമെന്റിൽ ജീവിച്ച് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ദേവിക കുട്ടിയോട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എന്നോട് റിപ്ലൈ തരണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കാട് കയറി സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ദേവിക മോൾ ഈ വീഡിയോ കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇതിനിടയിൽ സംസാരിക്കുന്നതിൽ കുറേ ജോലികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ച് മോളെ സ്കൂളിൽ എക്സാമിന് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ വന്നിട്ട് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ സദ്യക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, വളരെ കുറച്ച് കറികളാണ് വെച്ചത്. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ചൂട് തന്നെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൊങ്കലാണ് ഇന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ പൊങ്കൽ ചട്നി സാമ്പാറാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഒന്നും വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, എടുത്തിട്ടുമില്ല വലുതായിട്ട് വ്ളോഗ്. എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇലയിൽ കൊണ്ടുപോയി മേലെ ടെറസിൽ വെച്ചത് നമ്മളിങ്ങനെ കാക്കയ്ക്ക് കൊടുക്കുമെന്ന് പറയും. ഞങ്ങൾ വീട്ടിൽ എന്ത് വിശേഷ ദിവസം വന്നാലും പ്രത്യേകിച്ച് സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കാക്കയ്ക്ക് കൊടുക്കാറുണ്ട്. അത് പിതൃക്കൾക്കും കൂടി സമർപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇല്ലാത്ത കാരണം കൊണ്ട് അമ്മയെ സങ്കല്പിച്ചതാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ പക്ഷിമൃഗാദികൾ ഇത് കഴിക്കുന്നതും നല്ലത് തന്നെയാണ്, നമുക്കാണ് അതിൻ്റെ പുണ്യം കിട്ടുന്നത്. ഇതൊരു അന്നദാനം പോലെയാണല്ലോ. അപ്പോൾ കാക്കയോ പക്ഷികളോ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിച്ചോളും. അപ്പോൾ അതേ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ആമിനിടയിൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു എക്സാമും കൂടി ഉണ്ട് അവൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ വളരെ ചെറിയൊരു സദ്യയാണ് ഉണ്ടാക്കിയത്. കൂടുതലും കുക്കറിൽ തന്നെയാണ് എല്ലാം വെച്ചത്. അവിയലും സാമ്പാറും പരിപ്പും പപ്പടവും ക്യാബേജ് തോരനും ഒരു സാലഡ്, നമ്മൾ തൈരൊക്കെ വെച്ചുണ്ടാക്കുന്ന സാധാരണ സാലഡില്ല അതും, ബീട്രൂട്ട് പച്ചടിയും, പിന്നെ
എന്താണ് പായസം വെച്ചിട്ടുണ്ടായിരുന്നു, പപ്പടം, പിന്നെ അച്ചാറിൽ ഞാൻ എല്ലാമൊന്നും ഇട്ടിട്ടില്ല, മാങ്ങ മാത്രമാണ് വെച്ചത്. പപ്പടം നമുക്ക് കേരള പപ്പടമാണ് കിട്ടിയത്. പിന്നെ മട്ട റൈസും ഉണ്ടായിരുന്നു കേട്ടോ. പാലട പായസവും ബോളിയും കഴിക്കണമെന്ന് ഹസ്ബൻഡ് എപ്പോഴും പറയും കേട്ടോ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഈ ഓണം വിഷു ഇതൊക്കെ വരുമ്പോഴത്തേക്കും സദ്യ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റായിട്ടും ഈ ഒരു സംഭവം മേടിക്കാറുണ്ട്. പിന്നെ ഒരു ചെറിയ പാക്കറ്റ് ബനാന ചിപ്സും കൂടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ നമ്മുടെ കറികൾ. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സദ്യ എല്ലാവരും ഉണ്ടാക്കിയോ? എല്ലാ കറികളും ഉണ്ടായിരുന്നോ? നിങ്ങൾ നന്നായിട്ട് തന്നെ വിഷു ആഘോഷിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വിഷു? ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ, മറക്കരുതേ. പിന്നെ എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. നമ്മുടെ പാലട പായസവും ഈ ബോളിയും പഴവും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ടൊരു പ്രത്യേക രുചിയാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് സ്പെഷ്യലാണിത്. ഇത്രയും വർഷം ഞാൻ നാട്ടിലുണ്ടായിരുന്നിട്ടും ഒരു തവണ പോലും എൻ്റെ വീട്ടിൽ ബോളിയും പായസവും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ എവിടെയെങ്കിലും കല്യാണങ്ങൾക്ക് പോകുമ്പോൾ മാത്രമാണ് കഴിക്കുക. അതും മസ്റ്റൊന്നും അല്ല, എല്ലാ കല്യാണത്തിനൊന്നും ഇതൊന്നും കിട്ടത്തില്ല. അപ്പം ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് ഞാനും ഇതൊക്കെ കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ വിഷു സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വിഷു ദിവസത്തെ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരിടത്തും പോയിട്ടൊന്നുമില്ല. കാരണം നെക്സ്റ്റ് ഡേ ആമിക്ക് സ്കൂളിൽ എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിടവും പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു കേട്ടോ. ഹസ്ബൻഡിന് ജോലിയും ഉണ്ടായിരുന്നു. പിന്നെ ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുത്തുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഇവിടെ നമ്മുടെ ചട്ടിയൊക്കെ മേടിക്കുന്ന കടയുണ്ടല്ലോ, അവിടെ നിന്ന് ഞാനൊരു കുഞ്ഞ് ചട്ടിയും ഈ 2 ഉപ്പിൻ്റെ ഭരണിയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷോപ്പ് ചെയ്തൊരു സാധനമാണ്. എനിക്കിത് വേണമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതല്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇത് മേടിക്കണമെന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് മേടിച്ചത്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ 2 എടുത്താണ്. ആ ചെറിയ ഭരണിയില്ലേ ബ്ലൂ കളർ, അത് ഒരെണ്ണം 50 രൂപയാണ്, 2 100 രൂപ. മൺകലം അത് 250 രൂപയാണ് കേട്ടോ. നമുക്കത് 200 രൂപയ്ക്കാണ് ആ ചേച്ചി തന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കാണെങ്കിൽ സ്ലിംഗ് ബാഗ് ഇല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് വലിയ ഹാൻഡ് ബാഗാണ് ഉള്ളത്, കാപ്രസിയുടെ. അപ്പോൾ കാപ്രസിയുടെ തന്നെ ഒരു സ്ലിംഗ് ബാഗും കൂടി എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോൺ മാത്രം കൊണ്ടുപോയാൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആവും കേട്ടോ. ഇപ്പോൾ ആമിയുടെ സ്കൂളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് റേറ്റ് വരുന്നത് 1500 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് 2000 എത്രയോ ആയിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിത് ഓഫർ 50% ഓഫർ പോകുന്നുണ്ട് 1200 എത്ര രൂപയ്ക്കാണ് ഇത് മേടിച്ചത്. എനിക്കിപ്പോൾ റേറ്റ് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഈ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ കളറും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബേജ് കളർ, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇത് എടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ബാഗ്? നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. കാപ്രസിയുടെ ബാഗാണ്. ഞാൻ ഒരെണ്ണം ഹാൻഡ് ബാഗ് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക്. അപ്പോൾ അതെനിക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ തന്നെ ഈ ഒരു സ്ലിംഗ് ബാഗ് എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.